ഓരോ വർഷത്തിലും അനവധി അവധി ദിവസങ്ങൾ ഉണ്ട്. അതിൽ എല്ലാവരും തന്നെ ആഘോഷിക്കുന്ന ഒരു പ്രധാന അവധി ദിവസമാണ് ക്രിസ്തുമസ്. യേശുവിന്റെ ജന്മദിനം ലോകത്ത് മിക്കവാറും രാജ്യങ്ങൾ ആഘോഷിക്കുന്നു. അടുത്ത ക്രിസ്മസിന് വേണ്ടിയിട്ട് ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഡിസംബർ 25-നാണ് യേശു ജനിച്ചത് എന്നതിന് ബൈബിളിൽ വ്യക്തമായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഡിസംബർ 25 യേശുവിന്റെ ജന്മദിനം ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർ സേവ്യർ കൂടപ്പുഴ എന്ന കത്തോലിക്ക പുരോഹിതൻ തിരുസഭാ ചരിത്രം എഴുതിയപ്പോൾ അതിന്റെ 262, 263 പേജുകളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 25-ാം തീയതി വിജാതീയർ സൂര്യദേവന്റെ ജനന തിരുനാൾ ആഘോഷിച്ചിരുന്നു. ആ തിരുനാളിന് പകരം ഒരു ക്രിസ്തീയ തിരുനാൾ ആഘോഷിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഡിസംബർ 25-ാം തീയതി ക്രിസ്തുവിന്റെ ജനന തിരുനാളിന്റെ ഓർമ്മ ആചരിക്കുവാൻ തുടങ്ങിയത്. ഔറേലിയൻ ചക്രവർത്തിയുടെ കാലം മുതലാണ് സൂര്യദേവനോടുള്ള ആരാധന റോമൻ സാമ്രാജ്യം മുഴുവൻ വ്യാപിച്ചത്. നീതിസൂര്യനായ ക്രിസ്തുവിന്റെ ജനന തിരുനാൾ ഡിസംബർ 25-ാം തീയതി ആഘോഷിക്കുക വഴി സൂര്യന്റെ തിരുനാളിന്റെ പ്രചാരം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിച്ചു. അപ്പോൾ ജാതികളായിരുന്ന മനുഷ്യരുടെ ആചാര സംവിധാനങ്ങൾ ഒന്നൊന്നായി ക്രിസ്തു മതത്തിലേക്ക് കടന്നു വന്നു. അതിൽ ഒന്നാമത്തെ ഒരു പെരുന്നാളാണ് സൂര്യദേവന്റെ പെരുന്നാളിനെ ക്രിസ്തീയ പെരുന്നാളാക്കി ക്രിസ്തുവിന്റെ ജന്മദിനമാക്കി മാറ്റിയത്. അല്ലാതെ വാസ്തവമായും ക്രിസ്തുവിന്റെ ജനനവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് ചരിത്രത്തിൽ നാം വായിക്കുന്നു. പക്ഷെ അങ്ങനെ നാം വായിച്ചതുകൊണ്ട് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രസക്തി ഇല്ലാതാകുന്നില്ല. ദൈവവചനത്തിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ലോക ജനസംഖ്യയുടെ ഏകദേശം 31% ക്രിസ്ത്യാനികളാണ്. അത് കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഭൂരിപക്ഷം വരുന്ന ജനം ഡിസംബർ 25-ന് ആഘോഷിക്കുന്നു എന്ന് കരുതി എല്ലാവരും അത് അപ്രകാരം ആഘോഷിക്കണമെന്നുണ്ടോ? ഇന്നും പല രാജ്യങ്ങളിലും പല സമയത്ത് ഇതേ ജനന തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ചിലർ ജനുവരി 6-ാം തീയതിയാണ് ക്രിസ്തുവിന്റെ ജനന തീയതി ആഘോഷിക്കുന്നത്. എന്തായാലും ദൈവവചനം എന്ത് പറയുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. നമുക്കറിയാം, ഗബ്രിയേൽ ദൂതൻ യേശുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് മറിയയെ സന്ദർശിക്കുന്ന ഒരു വേദഭാഗമാണത്. അവിടെ പറയുന്നു 6-ാം മാസത്തിൽ. അപ്പോൾ 6-ാം മാസത്തിൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ രീതിക്ക് ആണ് എങ്കിൽ, അഥവാ ജൂലിയൻ കലണ്ടർ പ്രകാരമോ അല്ലെങ്കിൽ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമോ 6-ാം മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസമാണ്. അങ്ങനെ വരുമ്പോൾ യേശുവിന്റെ ജനനം ഡിസംബർ 25-ന് സംഭവിക്കുക അസാധ്യമാണ്. അത് മാർച്ചിലായിരിക്കും. എങ്കിലേ 9 മാസം തികയത്തുള്ളൂ. എങ്കിൽ പിന്നെ ഏതാണ് ഈ 6-ാം മാസം? അതിന്റെ 36-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, 1:36 നാം വായിക്കുമ്പോൾ, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. അവിടെ നാം വായിക്കുന്നു വേറൊരു 6-ാം മാസത്തെ കുറിച്ച്. ആ 6-ാം മാസത്തിന്റെ പ്രത്യേകത എലിസബത്തിന് 6-ാം മാസം.
അപ്പോൾ എലിസബത്തിന്റെ 6-ാം മാസത്തിലാണ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴും ഒരു സംശയം, ഏതാണ് ഈ മാസം? ഹല്ലേലൂയ. അത് പഠിക്കാനായിട്ട് നമുക്ക് പഴയ നിയമ തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കണം. 1 ദിനവൃത്താന്തം 24-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 ദിനവൃത്താന്തം 24-ാം അധ്യായം 1 മുതൽ 5 വരെ നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയുന്നു. അഹ്റോന്റെ പുത്രന്മാരുടെ കൂറുകളോ, അഹ്റോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ. നാദാബും അബീഹുവും അവരുടെ അപ്പന് മുമ്പേ മരിച്ചുപോയി, അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് എലയാസറും ഈഥാമാരും പൗരോഹിത്യം നടത്തി. ദാവീദ് എലയാസറിന്റെ പുത്രന്മാരിൽ സാദോക്ക്, ഈഥാമാരിന്റെ പുത്രന്മാരിൽ അഹീമേലെക്ക് എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു. ഈഥാമാരിന്റെ പുത്രന്മാരിൽ ഉള്ളതിനേക്കാൾ എലയാസാറിന്റെ പുത്രന്മാരിൽ അധികം തലവന്മാരെ കണ്ടതുകൊണ്ട് എലയാസാറിന്റെ പുത്രന്മാരിൽ 16 പിതൃഭവന തലവന്മാരും ഈഥാമാറിന്റെ പുത്രന്മാരിൽ 8 പിതൃഭവന തലവന്മാരുമായി വിഭാഗിച്ചു. എലയാസാറിന്റെ പുത്രന്മാരിലും ഈഥാമാറിന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ പ്രഭുക്കന്മാരും ദേവാലയത്തിന്റെ പ്രഭുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 വിഭാഗത്തിൽപ്പെട്ട തലമുറകളിൽ പ്രധാനികളായ 24 പേരെ ഗോത്ര തലവന്മാർ എന്ന നിലയില് ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ക്രമമായി ചീട്ടിട്ട് നറുക്കിട്ടെടുത്ത് അവരെ ഓരോ മാസങ്ങളിലും ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. അപ്പോൾ എന്തുകൊണ്ട് നറുക്കിട്ടു എന്നൊരു ചോദ്യം വരും. ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക ആഘോഷ അവസരങ്ങൾ കടന്നു വരും. പെസഹ പെരുന്നാൾ, ആദ്യഫല പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദേവാലയത്തിൽ തിരക്ക് കൂടും. സ്വാഭാവികമായിട്ടും അപ്പോൾ വരുമാനവും കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ വരുമാനം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ആരും ബഹളം കൂട്ടാതിരിപ്പാൻ, അവകാശവാദമൊന്നും ഉന്നയിക്കാതിരിപ്പാൻ, അവരുടെ സ്വാധീനം ചെലുത്താതിരിപ്പാൻ ദാവീദ് എല്ലാവർക്കും ഒരേ പരിഗണന കൊടുത്തുകൊണ്ട് അവരെ നറുക്കിട്ടെടുത്ത് ഓരോ സമയത്ത് ഇന്ന ഗ്രൂപ്പുകാർ ശുശ്രൂഷിക്കണമെന്ന് തീരുമാനിച്ച് അവർക്കായി വിഭാഗിച്ചു കൊടുത്തു. ഇത്രയും കാര്യം ഗ്രഹിച്ചു എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഇനി നമുക്ക് ചിന്തിക്കാം, ഒരു വർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട്? 52 ആഴ്ചയും ഒരു ദിവസവും. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഗ്രൂപ്പിന് കിട്ടുന്നത് വാസ്തവത്തിൽ 15 ദിവസവും ചില മണിക്കൂറുകളും മാത്രമാണ്. നമ്മൾക്ക് കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. മാസത്തിൽ 4 ആഴ്ച, ഒരു വർഷത്തിൽ 48 ആഴ്ച. 48നെ 24 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ആഴ്ച. ഒരു ഗ്രൂപ്പിന് കിട്ടുന്നത് 2 ആഴ്ച. 2 ആഴ്ചക്ക് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഈ 24 ഗോത്ര തലവന്മാരെ ചീട്ടിട്ട് വിഭാഗിച്ച് തരഭേദം കൂടാതെ ദാവീദ് ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു വെച്ചു. എല്ലാം മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. ഇവിടെ നമുക്ക് ഒരല്പസമയം ഒന്ന് പോസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ശമരിയക്കാരന്റെ ഉപമയിലേക്ക് ഒന്ന് പോകണം. അവിടെ ശമരിയക്കാരന്റെ ഉപമയില് ലൂക്കാ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞ ആ ഉപമയില് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 10-ാം അധ്യായം അതിന്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളില്, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരൂഹയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമടിച്ചു മുറിവേൽപ്പിച്ചു, അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി എതിർച്ചയ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. എന്തുകൊണ്ടാണ് ഈ പുരോഹിതനും ഈ ലേവ്യനും
ഈ മൃതപ്രായനായ മനുഷ്യനെ കണ്ടിട്ട് വഴി മാറി പോയത് എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ അതിന് വ്യക്തമായൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണം എഴുതി വെച്ചിരിക്കുന്നത് സംഖ്യാപുസ്തകം 19-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യാതൊരു മനുഷ്യന്റെയും ശവം തൊടുന്നവൻ 7 ദിവസം അശുദ്ധനായിരിക്കണം. 7 ദിവസം അശുദ്ധനായിരിക്കണം. എന്തുകൊണ്ട് അശുദ്ധനാകണം? ആരുടെയെങ്കിലും ശവത്തിൽ അവൻ തൊട്ടാൽ അവൻ അശുദ്ധനാകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 7 ദിവസം അശുദ്ധനായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു ഭാരമുള്ള കാര്യമല്ല. 7 ദിവസം നമ്മളിപ്പോൾ ഒരല്പം ദേവാലയത്തിൽ നിന്ന് മാറി ഉപവാസമെല്ലാം ആണ് എങ്കിൽ പോലും അത് നമുക്ക് കാര്യമായി ക്ഷീണമൊന്നും വരത്തില്ല. എന്നാൽ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതായ ആ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ആ വ്യവസ്ഥ വളരെ കാഠിന്യമുള്ളതാണ്. എന്തുകൊണ്ടെന്നറിയാമോ? അവന്റെ 6 മാസത്തെ വരുമാനം മുട്ടുന്ന അനുഭവമാണത്. അവൻ ആകെ കിട്ടുന്നത് 2 ആഴ്ചത്തെ വരുമാനമാണ്. ആ 2 ആഴ്ചത്തെ വരുമാനത്തിൽ 7 ദിവസം അവൻ അശുദ്ധനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ 6 മാസത്തെ വരുമാനം മുട്ടി. അപ്പൊ അവൻ കാണുന്നത് മൃതപ്രായനായ ഒരു മനുഷ്യൻ. അവനെ എങ്ങാനും ശുശ്രൂഷിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നിയമം പറഞ്ഞിരിക്കുന്നു അവൻ 7 ദിവസം ദേവാലയത്തിൽ നിന്ന് മാറി നിൽക്കണം, അശുദ്ധനാകണം. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും അവന്റെ അശുദ്ധിയെ പോക്കുവാനായിട്ട് ചില യാഗങ്ങളുമായിട്ട് യാഗവസ്തുക്കളുമായിട്ട് പുരോഹിതന്റെ അടുത്ത് ചെന്ന് അവനെ ഒരു ശുദ്ധീകരണം നടത്തണം. എങ്കിൽ മാത്രമേ അവന് ശുദ്ധിയുള്ളവനാകുകയുള്ളൂ, അവന് വീണ്ടും തുടർന്ന് ശുശ്രൂഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ നിയമം ഇങ്ങനെ ലേവ്യനും പുരോഹിതനുമെല്ലാം എതിരായിട്ട് നിന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ മരിക്കാറായി കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ അവർ വഴിമാറി നടന്നുപോയി. എങ്കിൽ പിന്നെ യേശു എന്തിനവരെ ശാസിക്കുന്നത്? എന്തിനവരെ കുറ്റപ്പെടുത്തി? അതിന്റെ കാരണം അവർ ആശ്രയിച്ചത് മാനുഷിക നിയമങ്ങളെ ആയിരുന്നു. നിയമത്തിന് അതീതനായ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് ഈ വഴിയിൽ കിടക്കുന്നത്. ഞാൻ അവനെ ശുശ്രൂഷിക്കും, ദൈവം എനിക്ക് ഒരു ആപത്തും വരുത്തുകയില്ല എന്നുള്ളതായ ബോധ്യത്തോടെ അവൻ പോയി ശുശ്രൂഷിക്കണമായിരുന്നു. അങ്ങനെ ശുശ്രൂഷിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ സൗഖ്യമുള്ളവനായി ദൈവത്തെ മഹത്വപ്പെടുത്തിയേനെ. അതുകൊണ്ടാണ് യേശു കർത്താവ് അവനെ കുറ്റപ്പെടുത്തിയത്. വീണ്ടും നമുക്ക് ദിനവൃത്താന്തത്തിലേക്ക് നമ്മൾ വായിച്ച അതേ വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അവിടെ 7 മുതൽ 18 വരെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഒന്നാമത്തെ ചീട്ട് യഹോയാരീബിനും, രണ്ടാമത്തേത് യദായാവീനും, മൂന്നാമത്തേത് ഹാരീമിനും, അങ്ങനെ വന്ന് ഏറ്റവും അവസാനത്തെ 24-ാമത്തേത് മയസ്യാവിനും വന്നു എന്ന് നാം കാണും. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ചീട്ട് ആർക്കാ വീണത്? ഒന്നാമത്തെ ചീട്ട് യഹോയാരീബിന് വീണു. എന്ന് തുടങ്ങും? ഏത് മാസത്തിൽ തുടങ്ങും? ഏതെങ്കിലും ഒരു ആഴ്ചയിൽ തുടങ്ങണം. എന്ന് തുടങ്ങണമെന്ന് നമുക്കറിയില്ല. വീണ്ടും നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. എവിടെയെങ്കിലും എന്തെങ്കിലും തെളിവ് കിടപ്പുണ്ടോ? പുറപ്പാടിന്റെ പുസ്തകം അതിന്റെ 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. അവിടെയും പറയുന്നു, ഈ മാസം ആണ്ടിന്റെ 1-ാം മാസമായി നിങ്ങൾ ആചരിക്കണം. മാസം ഏത് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ മാസം 1-ാമത്തെ മാസമായിരിക്കണം, ആണ്ടിന്റെ ആദ്യ മാസമായിരിക്കണം. പക്ഷെ നമുക്കിപ്പോഴും മാസം ഏത് എന്ന് അറിയില്ല. 3 മുതൽ 8 വരെ നാം വായിക്കുമ്പോൾ, നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആളുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി
തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. നമുക്കറിയാം എന്താണ് ഇവിടെ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ പെസഹയെ കുറിച്ചാണ്. ആദ്യത്തെ പെസഹ എങ്ങനെ ആചരിക്കണം? ഒരാടിനെ, ഊനമില്ലാത്ത ഒരാടിനെ അറുക്കണം. എന്നറുക്കണം? 14-ാം തീയതി അറുക്കണം. 10-ാം തീയതി അതിനെ വാങ്ങി സൂക്ഷിച്ച് 14-ാം തീയതി വൈകുന്നേരം അതിനെ അറക്കണം. ഇപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. 1-ാം മാസത്തിൽ അവർ ആചരിക്കുന്ന ഒരു പെരുന്നാളുണ്ട്, പെസഹ എന്ന പെരുന്നാൾ. ഇപ്പോഴും മാസം ഏത് എന്ന് നമുക്ക് വ്യക്തമായില്ല. 14-ാമത്തെ വാക്യത്തിൽ 12:14 ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം, നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം, തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങൾ അത് ആചരിക്കണം. കാലങ്ങളായിട്ട്, തലമുറ തലമുറയായിട്ട്, നിത്യ നിയമമായിട്ട് നിങ്ങൾ അത് ആചരിക്കണം എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പിച്ചു കൊടുത്ത പെസഹ എന്ന പെരുന്നാൾ ആരംഭിക്കേണ്ട മാസം ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അത് നടത്തണമെന്ന തീയതിയും നമുക്ക് മനസ്സിലായി. ഇപ്പോഴും നമുക്ക് മാസം ഏതെന്ന് മനസ്സിലായിട്ടില്ല. 13:4 പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ആബീബ് മാസം ഈ തീയതി നിങ്ങൾ പുറപ്പെട്ടു പോകുന്നു. ഇപ്പോൾ നമുക്കൊരു മാസത്തിന്റെ പേര് കിട്ടി. ഹല്ലേലൂയ. ആബീബ് മാസം ഈ തീയതി നിങ്ങൾ പുറപ്പെട്ടു പോന്നു. എവിടെ നിന്ന് പുറപ്പെട്ടു പോന്നു? നമുക്കറിയാം, മിസ്രയീമിന്റെ അടിമനുഖത്തിന് കീഴിൽ നിന്ന് പെസഹ ആചരിച്ച ആ രാത്രി ഇസ്രായേൽ ജനം പുറപ്പെട്ടു പോന്നു. ഇനി നമുക്കറിയേണ്ട വിഷയം, ഈ ആബീബ് മാസം എന്ന്, അതിനു മുൻപ് ആവർത്തനം 16:1 ഒന്നുകൂടി ഒരു വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. ആബീബ് മാസം 16, ആവർത്തനം 16:1 ആബീബ് മാസം ആചരിച്ച് നിന്റെ യഹോവയ്ക്ക് പെസഹ കൊണ്ടാടേണം. ആബീബ് മാസത്തിലല്ലോ നിന്റെ ദൈവമായ യഹോവ രാത്രിയിൽ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. ഈ മാസത്തെ എങ്ങനെ നമുക്ക് നമ്മുടെ ഇന്നത്തെ കലണ്ടറുമായി ഒത്തുകൊണ്ടുപോകുവാൻ കഴിയും? അതാണ് നമ്മുടെ അടുത്ത ചിന്ത. ഇന്റർനെറ്റിൽ wildolive.co.uk എന്ന വെബ്സൈറ്റിൽ നാം കയറുകയാണെങ്കിൽ അവിടെ ജൂവിഷ് കലണ്ടർ നമുക്ക് കിട്ടും. ജൂവിഷ് കലണ്ടർ പ്രകാരം പുരാതന ജൂവിഷ് കലണ്ടറിലെ ആബീബ് മാസത്തിന്, ഈ പുരാതന കലണ്ടറില് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ആബീബ് എന്ന് പറയുന്നത് അവരുടെ ആബീബ് മാസമാണ്. ABIB, ആബീബ് മാസമാണ്. ഈ ആബീബ് മാസം ജൂവിഷ് കലണ്ടറിലെ, ആധുനിക ജൂവിഷ് കലണ്ടറിലെ നീസാൻ മാസവുമായി ഒത്തുപോകും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം വായിച്ച, ബൈബിളിൽ വായിച്ച ആബീബ് എന്ന് പറയുന്ന സമയ കാലഘട്ടം പുരാതന ജൂവിഷ് കലണ്ടറിലെ ആബീബ് എന്ന് പറയുന്ന മാസത്തിനോട് തുല്യമാണ്. ഇന്നത്തെ അവരുടെ കലണ്ടറിൽ അത് നീസാൻ മാസമാണ്. ഇനി ജൂവിഷ് കലണ്ടറും നമ്മുടെ ഇന്നത്തെ ഗ്രിഗോറിയൻ കലണ്ടറും തമ്മിൽ ഒത്തുനോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഏപ്രിൽ മാസത്തിന്റെ ആദ്യ ഭാഗത്ത് നീസാൻ മാസം തുടങ്ങുന്നു. അതിന്റെ ഒരു ദിവസം എന്നാണ്ട് മെയ് മാസത്തിലാണ് കിടക്കുന്നത്. പക്ഷെ ഭൂരിഭാഗവും 99% ദിവസങ്ങളും നമ്മുടെ ഇംഗ്ലീഷ് മാസങ്ങളുമായി ഒത്തുപോകത്തക്കവണ്ണമാണ് ആധുനിക ജൂവിഷ് കലണ്ടർ നിലനിൽക്കുന്നത്. അപ്പോൾ നീസാൻ മാസം എന്ന് നാം പറയുമ്പോൾ നമ്മുടെ ഏത് മാസത്തിലാ? ഏപ്രിൽ മാസം. ഏപ്രിൽ മാസം. ഇനിയാണ് നാം ശ്രദ്ധിക്കാൻ പോകുന്നത്. വീണ്ടും ദിനവൃത്താന്തത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കണം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, നാം നേരത്തെ വായിച്ചു 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളില് ഓരോരോ ഗ്രൂപ്പുകാർ വരുന്നതിനെ കുറിച്ച് നാം വായിച്ചു. നമുക്ക് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു ഗ്രൂപ്പുകാരൻ അവിടെ ഉണ്ട്. അദ്ദേഹം വരുന്നത് 10-ാമത്തെ വാക്യത്തിലാണ്.
10-ാമത്തെ വാക്യത്തിൽ 7-ാമത്തേത് ഫാക്കോസിനും 8-ാമത്തേത് അബിയാവിനും. ഈ അബിയാവ് എന്ന് പറയുന്ന കൂറുകാരനെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കൂറുകാരന. അതുകൊണ്ട് അത് മറക്കരുത്. അങ്ങോട്ട് ശുശ്രൂഷിക്കുന്നത് 8-ാമത്തെ വിഭാഗത്തില്. ശുശ്രൂഷ തുടങ്ങിയാൽ 8-ാമത് വരേണ്ട കാറ്റഗറിയാണ് അബിയാവ് എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ. അബിയാക്കൂറിൽ ഉള്ള ഒരു പുരോഹിതൻ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ലൂക്കാസ് സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിനു മുൻപായി അബിയാക്കൂറിലുള്ള ഈ പുരോഹിതന്മാർ ഏത് കാലഘട്ടത്തിൽ ഇന്നത്തെ നമ്മുടെ കലണ്ടറിൽ ഒത്തുവരും? ഞാൻ പറഞ്ഞു, ഒരു ഗ്രൂപ്പിന് കിട്ടുന്നത് ഒരു വർഷത്തിൽ 2 ആഴ്ച. 24 ഗ്രൂപ്പുകാരുണ്ട്. അവർക്കപ്പോൾ കിട്ടുന്നത് 2 ആഴ്ച വീതം. അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തിൽ എത്ര ഗ്രൂപ്പുകാർ ശുശ്രൂഷിക്കും? 2 ഗ്രൂപ്പുകാർ. അങ്ങനെ വരുമ്പോൾ അബിയാവ് എന്ന് പറയുന്ന ഗ്രൂപ്പുകാരൻ ഏത് മാസത്തിൽ വരും? 4-ാമത്തെ മാസത്തിൽ വരും. അവൻ 8-ാമത്തെ ഗ്രൂപ്പുകാരനാ. 4-ാമത്തെ മാസത്തിൽ വരും. അപ്പോൾ 4-ാം മാസം ഏത്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ജൂലൈ മാസം ഒന്ന് ഓർത്തിരുന്നോണം, നമുക്കത് ആവശ്യം വരും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകരുമായവർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. അവിടെ ലൂക്കോസ് എന്ന വൈദ്യനായ അറിവുള്ള ആ മനുഷ്യൻ പറയുകയാണ്, വ്യക്തമായ ഒരു ചരിത്രം നിങ്ങൾക്ക് തരണം. തെയോഫിലോസേ, ഒരുപാട് പേര് ചരിത്രം എഴുതുന്നുണ്ട്. എന്നാൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കത്തക്കവണ്ണം നിനക്കൊരു ചരിത്രം തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലൂക്കോസിന്റെ സുവിശേഷം എഴുതി. കൂടാതെ അപ്പസ്തോല പ്രവൃത്തികളും എഴുതി എന്ന് നാം വിശ്വസിക്കുന്നു. ആ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 5 മുതൽ നാം വീണ്ടും വായിക്കുക. 5 മുതൽ നാം വായിക്കുകയാണ്. യഹൂദ്യ രാജാവായ ഹേരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സക്കറിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹറോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സു ചെന്നവരും ആയിരുന്നു. അടുത്ത വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വന്നു. നാം നേരത്തെ ചിന്തിച്ചു, അബിയാക്കൂറിൽപ്പെട്ട പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നത് ജൂലൈ മാസത്തിൽ. അങ്ങനെ ഇവിടെ കൂറിന്റെ ക്രമപ്രകാരം ശുശ്രൂഷിക്കുന്ന, എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് അങ്ങനെ എഴുതിയത്? ഞാൻ നേരത്തെ പറഞ്ഞു, ചില പ്രത്യേക സാഹചര്യങ്ങളില് തിരക്ക് കൂടുതലായിരിക്കും. അങ്ങനെ തിരക്ക് കൂടുതലുള്ള സാഹചര്യങ്ങളില് പല പുരോഹിതന്മാർ ചേർന്ന് ശുശ്രൂഷിക്കേണ്ടതായിട്ട് വരും. കാരണം അല്ലെങ്കിൽ അവിടുത്തെ ശുശ്രൂഷ തീർക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ജനം തടിച്ചുകൂടുന്ന ഒരു കാലയളവിൽ അനവധി പുരോഹിതന്മാർ ചേർന്നുകൊണ്ട് കൂട്ടമായി ശുശ്രൂഷിക്കുന്നുണ്ട്. അതിനെ ഉദ്ദേശിച്ചല്ല അവിടെ പറയുന്നത്. ഈ അബിയാക്കൂറിൽ നിൽക്കുന്ന സക്കറിയാവ് എന്ന പുരോഹിതൻ, അവൻ ക്രമപ്രകാരം നറുക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവൻ ശുശ്രൂഷിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം പറയുന്നു, ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സക്കറിയാവ് അവനെ കണ്ട് ഭ്രമിച്ചു പരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്. ജൂലൈ മാസത്തിൽ എന്തു സംഭവിക്കുന്നു? സക്കറിയാവിൽ കൂടെ ദൈവത്തിന്റെ അരുളപ്പാട് എലിസബത്തിൽ നിറവേറപ്പെടുകയാണ്. അവൾ യോഹന്നാനെ ഗർഭം ധരിച്ചു. അപ്പോൾ എലിസബത്ത് എന്ത് ഗർഭം ധരിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. എന്ത് പറയുന്നു നമ്മോട്? അവൾ ഗർഭം ധരിച്ചത് ജൂലൈ മാസം. ജൂലൈ മാസം എലിസബത്ത് ഗർഭം ധരിച്ചു. നാം നേരത്തെ വായിച്ചു 1:36 മച്ചി എന്ന് വിളിക്കപ്പെട്ട നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്ക് ഇത് 6-ാം മാസം. അപ്പോൾ ആ 6-ാം മാസത്തിൽ എന്ത് സംഭവിച്ചു? നാം ആദ്യത്തെ വാക്യത്തിൽ വായിച്ചത് 1:26. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. അവളുടെ പേർ മറിയ എന്നായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണമേ, നമ്മൾ കണക്ട് ചെയ്യാൻ പോവുക. എലിസബത്തിന്റെ 6-ാം മാസത്തിൽ മറിയം ഗർഭിണിയായി. അപ്പൊ അത് ഏത് മാസ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതിന് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വ്യത്യാസം വരുത്താം. കാരണം 8-ാം ഗ്രൂപ്പിൽ നിൽക്കുന്ന അബിയാക്കൂറുകാരൻ അവന്റെ ശുശ്രൂഷ 2 ആഴ്ചയുണ്ട്. ഈ ആഴ്ചയുടെ ഏത് ഘട്ടത്തിലാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് 6-ാം മാസം അതിന്റെ അവസാന ഘടകം എടുക്കാം. അങ്ങനെ വരുമ്പോൾ ജൂലൈ നമുക്കങ്ങ് വിട്ടിട്ട് നമുക്ക് എവിടെ മുതലെണ്ണ? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി. ജനുവരിയിൽ എന്ത് സംഭവിച്ചു? മറിയം ഗർഭം ധരിച്ചു. ഇനി നിങ്ങൾ തന്നെ 9 മാസവും 9 ദിവസവും 9 നാഴികയും വിനാഴികയും വേണം പൂർണ്ണ ഗർഭിണിയായിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. യേശു എന്നായിരിക്കും ജനിച്ചത്? സെപ്റ്റംബർ. അങ്ങേ അറ്റം പോയാൽ എവിടെ വരെ പോകാം? ഒക്ടോബർ ആദ്യമായി. ഇത്ര വ്യക്തമായിട്ട്, ഇത്ര കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് ദിവസം ഏതെന്ന് അറിയില്ല. ദിവസം ഏതെന്ന് നമുക്കറിയില്ല. നാം ആഴ്ച കണക്കൂട്ടി ഏകദേശം ഇന്ന കാലയളവിലാണ് എന്നും നമുക്ക് മനസ്സിലായി. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ ദിവസത്തെ കുറിച്ച് നാം എന്നും വായിക്കുന്നില്ല. എന്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇത്രമാത്രം പ്രാധാന്യമുള്ള ആ ദിവസത്തെ രേഖപ്പെടുത്തിയില്ല? നാം ഇന്ത്യക്കാരാണ്. നാം വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രപിതാവ് എന്ന് നാം വിളിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒക്ടോബർ 2. പക്ഷെ ഒക്ടോബർ 2 ജനിച്ച മഹാത്മാഗാന്ധിയെ കുറിച്ച് ആർക്കും അറിയത്തില്ല. ആ മഹാത്മാഗാന്ധി വളർന്നു വലുതായി. ആ മനുഷ്യന്റെ ജീവിതത്തിൽ കൂടെ നാം അറിഞ്ഞു ആരാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം എന്താണ് ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യക്കാർക്ക് വേണ്ടി ചെയ്തത് എന്ന്. സ്വന്തം ജീവനെ അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബലി കഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടെ നാം ഇന്ത്യക്കാര് വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി നാം പറയും, അതെ, ഞങ്ങളുടെ രാഷ്ട്രപിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി അധ്വാനിച്ചൊരു മനുഷ്യനുണ്ട്. അദ്ദേഹമാണ് മഹാത്മാ ഗാന്ധി. റിപ്പബ്ലിക് ഡേ ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ട്, ഗാന്ധി ജയന്തി ഉണ്ട്. ഈ ദിവസങ്ങളൊന്നും നാം ആരും വേറെ ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാറില്ല. ആ ദിവസത്തിന്റെ പ്രാധാന്യം നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നാം ആ ദിവസങ്ങളെ തന്നെ നാം ആഘോഷിക്കുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച്, ആ ഡേറ്റിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു എന്നറിയാമോ? യേശു എന്ന് മരിക്കുമെന്ന് വ്യക്തമായിട്ട് എഴുതി. എന്നാൽ യേശു മരിച്ചേ പെസഹായുടെ അന്ന്.
പെസഹയുടെ അന്ന് നൂറ്റാണ്ടുകളായിട്ട് യഹൂദന്മാർ ആചരിച്ചു കൊണ്ടിരുന്ന പെസഹയുടെ ആ പെരുന്നാളിനെ അവസാനിപ്പിച്ചുകൊണ്ട് കാൽവരി ക്രൂശിന്മേൽ അത് ദൈവത്തിന്റെ കുഞ്ഞാടായി മാനവജാതിയുടെ പാപത്തെ പോക്കുവാനായിട്ട് യേശു കർത്താവ് മരിച്ചപ്പോൾ അത് വ്യക്തമായിട്ട് എഴുതി വെച്ചു. അത് പെസഹയുടെ അന്നാണ്. പെസഹയുടെ അവസാനത്തെ പെരുന്നാളാക്കി യേശു കാൽവരിയിൽ മരിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നിട്ടും നാം ഇനിയും അത് മനസ്സിലാക്കാതെ ദിവസങ്ങളെയും കാലങ്ങളെയും മാസങ്ങളെയും നാം ആഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നറിയാവോ? ഗലാത്യ ലേഖനത്തിൽ അതിന്റെ 4-ാം അധ്യായം 10-11 വർഷങ്ങളില് 10-11 വാക്യങ്ങളിൽ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദിവസങ്ങൾക്കല്ല പ്രാധാന്യം, മാസങ്ങൾക്കല്ല പ്രാധാന്യം, ആണ്ടുകൾക്കല്ല പ്രാധാന്യം, മറിച്ച് അതിന്റെ പുറകിൽ സ്വർഗത്തിലെ ദൈവം നിവർത്തിച്ചിരിക്കുന്ന ആ രക്ഷാകര പദ്ധതി ഉണ്ടല്ലോ, അതിനാണ് പ്രാധാന്യം. അതത്രേ നിങ്ങൾ പ്രമാണിക്കേണ്ടത്. കേവലം ദിവസത്തിന്റെ പിറകെ നിങ്ങൾ പോകരുത്. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് പൗലോസ് ഭയപ്പെടുന്നു. സ്തോത്രം. ദൈവവചനത്തിൽ ദിവസങ്ങൾക്കല്ല പ്രാധാന്യം. യേശുവിനെ നീ എങ്ങനെ അറിയുന്നു? യേശുവിന്റെ ജീവിതം കൊണ്ട്, യേശുവിന്റെ മരണം കൊണ്ട് എനിക്കെന്ത് നേട്ടമുണ്ടായി, നിങ്ങൾക്കെന്ത് നേട്ടമുണ്ടായി എന്ന് തിരിച്ചറിയുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളതും പ്രയോജനമുള്ളതും. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഘോഷ അവസരമായിരുന്നു ക്രിസ്തുമസ്. ഞങ്ങളുടെ വീടിനോട് ചേർന്നൊരു പാടമുണ്ട്. ആ പാടത്തിന്റെ നടുവിലായിട്ട് വലിയൊരു പേരാലിന്റെ മരമുണ്ട്. ആ മരത്തിൽ ഒരു വലിയ നീളമുള്ള മുള കെട്ടിപ്പൊക്കി എന്നും വൈകുന്നേരം ഒരു നക്ഷത്രം അതിൽ തിരി കത്തിച്ച് ഞാനതിൽ തൂക്കുമായിരുന്നു. എന്റെ ഒരു ഹരമായിരുന്നു അത്. അതുകൂടാതെ കരോളിന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് വിട്ടില്ല എങ്കിൽ ഞാൻ വലിയ ബഹളം വയ്ക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയെല്ലാം ഞാൻ നടന്നിരുന്നുവെങ്കിലും, ക്രിസ്തുമസ് ഞാൻ ആഘോഷിച്ചിരുന്നുവെങ്കിലും, വാസ്തവത്തിൽ ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞിരുന്നില്ല. ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തത് എന്തെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ളതായ ആ സദ്വർത്തമാനം കേൾക്കുവാൻ തക്കവണ്ണം എനിക്കൊരു അവസരം തന്നു. അത് കേൾക്കുവാൻ എന്റെ ഹൃദയത്തെ അവൻ തുറന്നു. അത് വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം സ്വർഗം എന്നെ സഹായിച്ചു. അതുകൊണ്ട് മാത്രം ഇന്ന് ഇപ്രകാരം ഒരു സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും എനിക്ക് കഴിഞ്ഞു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനൊരു പാപിയാണ് എന്നും പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്നും തിരിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ട് എന്റെ പാപത്തിന്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചു എന്ന് തിരിച്ചറിയുവാൻ, അവൻ നീതിമാനാണ്, അവൻ നീതി മാത്രം ചെയ്തവനും പാപമില്ലാത്തവനും കളങ്കമില്ലാത്തവനുമായതുകൊണ്ട് ആ നിരപരാധിയുടെ മരണം മൂലം അപരാധിയായ എനിക്ക് ശിക്ഷാവിധിയില്ല എന്ന് തിരിച്ചറിയുവാനും കർത്താവിനെ രക്ഷകനും നാഥനും കർത്താവുമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അന്നു മുതൽ ഞാൻ ക്രിസ്തു ഉള്ളവനായി ജീവിക്കുന്നു. തികഞ്ഞവനായി എന്നോ എല്ലാം നേടിയെന്നോ ഒന്നും എനിക്ക് പറയുവാനില്ല. മറിച്ച് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് പല പാപ സ്വഭാവങ്ങളെയും ഒഴിവാക്കുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം ദിനംതോറും പുതുക്കി നടക്കുവാൻ എന്റെ ദൈവം എന്നെ സഹായിക്കുന്നു. അതെ, ഞാൻ എന്നും ക്രിസ്മസ് ആഘോഷിക്കുന്നു. കേവലം ഒരു 25-ാം തീയതി മാത്രം ആഘോഷിച്ചുകൊണ്ടിരുന്ന ആ ക്രിസ്തുമസ് അല്ല ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തുമസ്. അവൻ ഇമ്മാനുവേലായ ദൈവമാണ്. ദൈവം നമ്മോടുകൂടെ പാർക്കും. അവൻ പാർക്കുവാനായിട്ട് ഈ ലോകത്തേക്ക് വന്നു. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കും. ആ നല്ല കർത്താവിനെ ഹൃദയം തുറന്ന് സ്വീകരിക്കുവാൻ തയ്യാറായാൽ
എന്റെ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും ക്രിസ്തുമസ് എന്നും ഉണ്ടാകും. എന്നും ആ ക്രിസ്തുവിനെ അറിഞ്ഞ് ആ ക്രിസ്തുവിന്റെ പാതയെ പിൻപറ്റിയാൽ, അത് ഒരിക്കൽ അവൻ വന്നു മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് അവൻ തന്റെ ജീവനെ കാൽവരി ക്രൂശിന്മേൽ അവൻ വെടിഞ്ഞു. ഇനി അവൻ എപ്പോൾ വേണമെങ്കിലും വരാം. കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ഇരിക്കുന്ന അവന്റെ വൃതന്മാരായവർ, അതെ, അവരോടുകൂടെ വാനമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ആ നല്ല അവസരത്തിന് വേണ്ടി ഒരുക്കുവാൻ, അതെ, ഈ വചനം നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുക. യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുക. ഒരു നിമിഷം ശാന്തമായി ഒന്ന് ചിന്തിക്കുമോ? നിങ്ങളുടെ കണ്ണുകളെ അടച്ചാൽ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിലേക്ക് വന്നു. യേശു ബെത്ലഹേമിൽ ജനിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം താങ്കൾക്കുണ്ടായി? യേശു എവിടെ ബെത്ലഹേമിൽ ജനിച്ചതുകൊണ്ട് സഹോദര സഹോദരി നിങ്ങൾക്കൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. എന്നാൽ അവൻ ദൈവത്തിന്റെ കുഞ്ഞാടായി മുഴു ലോകത്തിന്റെയും പാപത്തെ ചുമന്നൊഴിക്കുവാൻ തക്കവണ്ണം തന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ക്രൂശിക്കപ്പെടുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ആ ക്രൂശ് മരണത്തിൽ ആര് വിശ്വസിക്കുന്നുവോ, ആരാ ക്രൂശ് മരണത്തെ അംഗീകരിക്കുന്നുവോ, അവരെല്ലാവരും ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ സ്വർഗത്തിലെ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുമ്പോൾ, പ്രിയ സഹോദര, ഒരു നിമിഷം നീ ആലോചിക്കുമോ? പ്രിയ സഹോദരി, ഒരു നിമിഷം നീ സ്വയമായി ചിന്തിക്കുമോ? ഈ യേശുവിന്റെ മരണം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? നീ ഒരുപക്ഷെ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചവനായിരിക്കാം, ക്രിസ്ത്യൻ പാരമ്പര്യപ്രകാരം വളർത്തപ്പെട്ടവനാകാം. വാസ്തവത്തിൽ ഈ ക്രിസ്തുവുമായി നിനക്ക് പേഴ്സണലായിട്ടൊരു ബന്ധമുണ്ടോ? ഈ യേശുവിനെ നിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് കർത്താവിനായി ഹൃദയത്തെ തുറന്നു കൊടുത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ? യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന് വേണ്ടി നീ കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ഇന്ന് എനിക്ക് കേൾപ്പാനിടയായി. യേശുവേ, എന്റെ പാപത്തെ കഴുകി വെടിപ്പാക്കി എന്നെ നിന്റെ മകനാക്കി മാറ്റണമേ. എന്റെ ഹൃദയത്തെ ഞാനിതാ തുറന്നു തരുന്നു. എന്നോട് കൂടെ നീ വസിക്കുമാറാകണമേ. നിന്റെ പൈതലായി നിന്റെ വരവിനായി കാക്ഷിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. എന്നെ സഹായിക്കണമേ കർത്താവേ. ഇപ്രകാരം പ്രാർത്ഥിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.